ആദ്യം നിലമ്പൂരിലേക്കാണ്. LDF പ്രവർത്തകരെ ആവേശത്തിലാക്കി നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ റോഡ് ഷോ. കോടതിപ്പടി മുതൽ എടക്കര വരെയാണ് റോഡ് ഷോ. ഇന്ന് രാവിലെ മണ്ഡലത്തിലെത്തിയ സ്വരാജിന് ഊഷ്മള സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. തിങ്കളാഴ്ചയാണ് എം സ്വരാജ് പത്രിക സമർപ്പിക്കുക. വിപിൻ സി വിജയനും ഷഹദ് റഹ്മാനും നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഇപ്പോഴും ആ റോഡ് ഷോ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ആവേശത്തിലാണ് LDF പ്രവർത്തകർ ഉള്ളത്. കാലങ്ങൾക്ക് ശേഷം ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ കളം പിടിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് LDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്നതാണ്. എന്താണ് ഈ റോഡ് ഷോയിലെ കാഴ്ചകൾ? പ്രവർത്തകരുടെ ആവേശം എങ്ങനെ, വിപിൻ? വിജിത്തെ, റോഡ് ഷോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തോട്ടേക്കാടെത്തി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പൂക്കോട്ടുംപാടമാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി റോഡ് ഷോ ആദ്യ ദിവസത്തിൽ തന്നെ റോഡ് ഷോയുമായി LDF കളം പിടിക്കുകയാണ്. ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എം സ്വരാജ് വന്നിറങ്ങിയപ്പോൾ തന്നെ വലിയ ആവേശം നമ്മൾ കണ്ടതാണ്. അവിടുന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് വരെ 100 കണക്കിന് ആളുകളുമായിട്ടായിരുന്നു ഒരു റോഡ് ഷോ നടന്നത്. ഈ രണ്ടാമത്തെ അന്ന് തന്നെ ഇതാ ഇപ്പോൾ രണ്ടാമത്തെ റോഡ് ഷോ കൂടി നടത്തുകയാണ്. ബാൻഡ് മേളം, എം സ്വരാജിന്റെ ടീഷർട്ടുകൾ ഉൾപ്പെടെയുള്ളവ, കൊടികളൊക്കെയായി വലിയ ആവേശം എന്ന് തന്നെ പറയാവുന്നതാണ്. LDF ക്യാമ്പ് പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ 2006 ശേഷം ഇതുവരെയും അവർക്ക് പാർട്ടി ചിഹ്നത്തിലല്ല ആൾ മത്സരിച്ചിരുന്നത്. സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എം സ്വരാജിന്റെ കടന്നുവരവ്. സ്വതന്ത്ര പരീക്ഷണം തന്നെയാവും ഇപ്രാവശ്യം എന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് ആദ്യമായി ഇപ്പോൾ എം സ്വരാജ് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ തന്നെ പരീക്ഷിക്കാൻ LDF തീരുമാനിക്കുകയായിരുന്നു. അത് ആ പ്രവർത്തകരെല്ലാം ഏറ്റെടുത്തു എന്ന് കാണിക്കുന്നതാണ് ആദ്യ ദിവസത്തിലെ രണ്ടാമത്തെ റോഡ് ഷോയുടെ കാഴ്ചകൾ. മഴ മാറി നിൽക്കുന്ന ഈ പകലിൽ അത് 100 കണക്കിന് പ്രവർത്തകർക്ക്, സഖാക്കൾക്കൊക്കെ ആവേശമായിരിക്കുന്നു എന്ന് തെല്ലും സംശയമില്ല. അത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും, ഇത് വലിയ ഒരു മണ്ഡലമാണ്. പറഞ്ഞതുപോലെ തന്നെ 6 പഞ്ചായത്തുകളും ഒരു നഗരസഭയൊക്കെ ചേരുന്ന വലിയ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് പരമാവധി ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെ ആദ്യ ദിവസം തന്നെ നാടിളക്കിയുള്ള ഒരു പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രചാരണം എന്നുള്ളതിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം തന്നെ കളം നിറഞ്ഞ LDFും UDFും ഉണ്ടാകുമെന്ന് തെല്ലും സംശയമില്ലാതെ തന്നെ പറയാവുന്നതാണ്. മികച്ച വാഗ്മിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് എത്തിയിരിക്കുന്നത്. അത് പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ ഇനി കാണാനും സാധിക്കും. അങ്ങനെ സജീവമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ UDF സമർപ്പിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച എം സ്വരാജ് സമർപ്പിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് റോഡ് ഷോയുമായി, ആ കൺവെൻഷനുകളുമായി UDF എങ്ങനെയായിരുന്നോ അതിനെ മറികടക്കാവുന്നൊരു തന്ത്രമായി ആദ്യ ദിവസം റോഡ് ഷോ കൊണ്ട് കളം നിറയുകയാണ്. ശരി, LDF ക്യാമ്പ് എന്തായാലും ഉണർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം വലിയ രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആവേശത്തോടു കൂടി സ്ഥാനാർത്ഥി ഏറ്റെടുക്കുകയാണ് നിലമ്പൂർ മണ്ഡലം. പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു വലിയ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ കളമൊരുങ്ങി നിൽക്കുമ്പോൾ പ്രവർത്തകരിലും ആ ആവേശം പ്രകടമാണ്. സംഘടനാ വോട്ടുകൾ ഉറപ്പിക്കുക, അതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ LDF ക്യാമ്പ് മെനയുന്നുണ്ട്.